പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഇന്ത്യൻ യാത്രക്കാർക്കായി വിസ സംവിധാനം അവതരിപ്പിച്ച ഇസ്രായേൽ. കൂടുതൽ ഇന്ത്യൻ സഞ്ചാരികൾ വരുന്നതോടെ ടൂറിസം രംഗം കൂടുതൽ വളർച്ച പ്രാപിക്കുമെന്നാണ് പ്രതീക്ഷ. ഇസ്രായേൽ ടൂറിസം മന്ത്രാലയം ജനുവരി 1 മുതൽ ഇന്ത്യൻ യാത്രക്കാർക്കായി ഒരു ഡിജിറ്റൽ വിസ സംവിധാനം അവതരിപ്പിച്ചു. ഈ പുതിയ സംവിധാനം വിസ അപേക്ഷാ പ്രക്രിയ ലളിതമാക്കുകയും പേപ്പർ വർക്കുകൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ പൗരന്മാർക്ക് വിസ പ്ലാറ്റ്ഫോം വഴി ഓൺലൈനായി അപേക്ഷിക്കാം. ഇസ്രായേലിന്റെ ഔദ്യോഗിക സർക്കാർ പോർട്ടലിലൂടെ അപേക്ഷകർക്ക് എവിടെ നിന്നും ഏത് സമയത്തും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും. വ്യക്തിഗത വിനോദസഞ്ചാരികൾക്ക് പ്രത്യേകിച്ചും ഇത് സൗകര്യപ്രദമാണ്. എന്നിരുന്നാലും ഗ്രൂപ്പ് വിസ അപേക്ഷകർ പരമ്പരാഗത രീതികളിലൂടെ പ്രോസസ് ചെയ്യുന്നത് തുടരും. ഈ വിസ പ്ലാറ്റ്ഫോം ഇസ്രായേലിന്റെ എൻട്രി ട്രാവൽ ഓതറൈസേഷൻ സംവിധാനവുമായി സംയോജിപ്പിച്ചിരിക്കുന്നു. കാര്യക്ഷമമായ പ്രോസസ്സിംഗും സമയബന്ധിതമായ അംഗീകാരങ്ങളും ഇത് ഉറപ്പാക്കുന്നു. ഇസ്രായേലിന്റെ ടൂറിസം മേഖലയുടെ പ്രധാന വിപണിയാണ് ഇന്ത്യ. 2018 70,800 ഇന്ത്യൻ സന്ദർശകരാണ് ഇസ്രായേലിലെത്തിയത്. കോവിഡ് മഹാമാരി ആഗോള യാത്രയെ തടസ്സപ്പെടുത്തിയെങ്കിലും 2022 വീണ്ടും ഇന്ത്യൻ സഞ്ചാരികൾ ഇസ്രായേലിലേക്ക് വരാൻ തുടങ്ങി. 2024 ജനുവരി ഒക്ടോബർ കാലയളവിൽ 8,500 ഇന്ത്യക്കാർ ഇസ്രായേലിലേക്ക് യാത്ര ചെയ്തു. നിലവിൽ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് വിസ അനുവദിക്കുന്നതെങ്കിലും മറ്റു രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്കും വിസ സൗകര്യം ലഭ്യമാക്കാനാണ് പദ്ധതി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സലാല കോഴിക്കോട് റൂട്ടിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് വർദ്ധിപ്പിച്ചു. പ്രവാസി മലയാളികൾക്ക് പുതിയ സർവീസ് ഏറെ ഉപകാരപ്രദമാകും. സലാല കോഴിക്കോട് വിമാന സർവീസ് ആഴ്ചയിൽ 2 ദിവസമാക്കി. അടുത്തയാഴ്ച മുതലാണ് വർദ്ധിപ്പിച്ച സർവീസ് ആരംഭിക്കുന്നത്. ഞായർ വ്യാഴം ദിവസങ്ങളിലാണ് സർവീസ്. സലാലയിൽ നിന്ന് രാവിലെ 10:55 പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പ്രാദേശിക സമയം 4:15 കോഴിക്കോടെത്തുന്നത്. കോഴിക്കോട് നിന്ന് രാവിലെ 7:25 പുറപ്പെടുന്ന വിമാനം ഒമാൻ സമയം 9:55 സലാലയിലെത്തും. ദോഫാർ അൽ വസ്ത മേഖലയിൽ നിരവധി മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. സർവീസ് ഇല്ലാത്ത ദിവസങ്ങളിൽ സലാലയിൽ നിന്ന് മസ്കറ്റിലെത്തിയാണ് പലരും നാട്ടിലേക്ക് പോകുന്നത്. ഇത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് ചെറിയൊരു ആശ്വാസമാണ് ആഴ്ചയിൽ 2 ദിവസമാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് വർദ്ധിപ്പിച്ചത് വഴിയുണ്ടാകുക. കേരളത്തിലെ മറ്റു റൂട്ടുകളിലേക്കും പ്രതിദിന സർവീസ് വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്പെയിനിന്റെ ഗോൾഡൻ വിസ പ്രോഗ്രാം ഏപ്രിൽ 3 അവസാനിക്കും. സ്പെയിനിൽ സ്ഥിരതാമസം ആഗ്രഹിക്കുന്ന വിദേശ നിക്ഷേപകർക്ക് മികച്ച അവസരമാണിത്. നിക്ഷേപകർക്ക് ഗോൾഡൻ വിസ പ്രോഗ്രാമിന് കീഴിൽ റെസിഡൻസി സുരക്ഷിതമാക്കാനുള്ള അവസാന അവസരത്തിന് ഇനി 3 മാസം മാത്രം. യൂറോപ്യൻ യൂണിയൻ ഇതര പൗരന്മാർക്ക് സ്പാനിഷ് പ്രോപ്പർട്ടികളിൽ കുറഞ്ഞത് 5 ലക്ഷം യൂറോയുടെ നിക്ഷേപം നടത്തിയാൽ ഇവിടത്തെ റെസിഡൻസി ലഭിക്കും. ഇതാണ് ഗോൾഡൻ വിസ പദ്ധതി. 2013 ഈ പ്രോഗ്രാം അവതരിപ്പിച്ചത്. ഈ പദ്ധതി ഗണ്യമായ വിദേശ നിക്ഷേപം ആകർഷിച്ചു. എന്നാൽ ഭവനവിലകൾ ഉയർന്നതിനാൽ വിമർശനത്തിനും ഇടയാക്കി. സ്പാനിഷ് കോൺഗ്രസ് ഓഫ് ഡെപ്യൂട്ടീസ് കഴിഞ്ഞ ഡിസംബറിൽ ഗോൾഡൻ വിസ പ്രോഗ്രാം നിർത്തലാക്കുന്ന നിയമം അംഗീകരിച്ചു. 177 പേർ അനുകൂലമായും 170 പേർ എതിരായും വോട്ട് ചെയ്തു. ഡിസംബർ 2 സ്പാനിഷ് സെനറ്റ് ബില്ലിനെ ആദ്യം വീറ്റോ ചെയ്തപ്പോൾ നിയമനിർമ്മാണ പ്രക്രിയയിൽ തടസ്സം നേരിട്ടു. ഇതൊക്കെയാണെങ്കിലും 2025 ജനുവരിയിൽ പ്രോഗ്രാം നിർത്തലാക്കാനുള്ള നിയമം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 2024 മാത്രം 780 ഗോൾഡൻ വിസകൾ അനുവദിച്ചു. ഓരോ അപേക്ഷകനും ശരാശരി 6,57,204 യൂറോ നിക്ഷേപം നടത്തുന്നത് പ്രോഗ്രാമിന്റെ സാമ്പത്തിക പ്രാധാന്യം കാണിക്കുന്നു. എന്നിരുന്നാലും അത്തരം നിക്ഷേപങ്ങൾ ഭവന വിപണിക്ക് തിരിച്ചടിയായെന്നും ഇത് പ്രദേശവാസികൾക്ക് താങ്ങാവുന്ന വിലയിലും കൂടുതലായി ഭവനവില മാറിയെന്നും വിമർശകർ വാദിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. OTP ഇല്ലാത്ത പണമിടപാടുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ കുവൈറ്റ് സെൻട്രൽ ബാങ്ക്. സുരക്ഷാ നടപടികൾ ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് എല്ലാ പ്രാദേശിക ബാങ്കുകൾക്കും സെൻട്രൽ ബാങ്ക് സർക്കുലർ അയച്ചു. ബാങ്ക് കാർഡുകളുടെയും പേയ്മെന്റ് പ്രവർത്തനങ്ങളുടെയും സാമ്പത്തിക പരിധി സംബന്ധിച്ച് കുവൈറ്റ് സെൻട്രൽ ബാങ്ക് എല്ലാ പ്രാദേശിക ബാങ്കുകൾക്കും സർക്കുലർ പുറപ്പെടുവിച്ചു. ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിക്കാൻ ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് ഒറ്റത്തവണ പാസ്വേഡ് എൻട്രി ആവശ്യമില്ലാത്ത ഇടപാടുകളുടെ എണ്ണം നിയന്ത്രിക്കാനാണ് നിർദ്ദേശം. ഉപഭോക്താക്കളെ അവരുടെ ബാങ്ക് കാർഡുകളിലെ പേയ്മെന്റ് പരിധികൾ തിരഞ്ഞെടുക്കാനും ക്രമീകരിക്കാനും അനുവദിക്കുന്ന ശാഖകളിലൂടെയോ ഇലക്ട്രോണിക് ബാങ്കിംഗ് സേവനങ്ങളിലൂടെയോ ഒരു സംവിധാനം സ്ഥാപിക്കാൻ സെൻട്രൽ ബാങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സംവിധാനം ഓരോ ഉപഭോക്താവിന്റെയും ബാങ്കിലെ പ്രൊഫൈലിന് അനുസൃതമായിരിക്കണം. കൂടാതെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ ഉപഭോക്താവിനെ അറിയിക്കുകയും വേണം. ഈ ക്രമീകരണങ്ങൾക്കായി ബാങ്കുകൾ കുവൈറ്റ് സെൻട്രൽ ബാങ്കിൽ നിന്ന് അനുമതി തേടേണ്ടതുണ്ട്. ബാങ്കുകൾ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് നിർബന്ധമാക്കി. ഈ പുതിയ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് വിശദമായ ടൈം ലൈൻ സമർപ്പിക്കാൻ സെൻട്രൽ ബാങ്ക് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
കഴിഞ്ഞ വർഷം ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് കുതിപ്പ്. 5 കോടിയിലധികം പേരാണ് ഇതുവഴി യാത്ര ചെയ്തത്. 5,27,00,000 പേരാണ് കഴിഞ്ഞ വർഷം ഹമദ് വിമാനത്താവളം വഴി യാത്ര ചെയ്തത്. മുൻ വർഷത്തേക്കാൾ 15% യാത്രക്കാരുടെ എണ്ണത്തിൽ വർധന രേഖപ്പെടുത്തിയത്. 2.79 ലക്ഷം വിമാനങ്ങളാണ് ഒരു വർഷത്തിനിടെ സർവീസ് നടത്തിയത്. മുൻ വർഷത്തേക്കാൾ 10% വരെയാണ് വർധന. 26 ലക്ഷം ടൺ ചരക്കുകളും 4.13 കോടി യാത്രാ ബാഗും കഴിഞ്ഞ വർഷം വിമാനത്താവളം വഴി കൈകാര്യം ചെയ്തു. മധ്യപൂർവേഷ്യയിൽ ഏറ്റവും കൂടുതൽ കണക്ഷൻ സൗകര്യമുള്ള വിമാനത്താവളമായി ഹമദിനെ തിരഞ്ഞെടുത്തതായി എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ എയർപോർട്ട് കണക്ടിവിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള അന്താരാഷ്ട്ര യാത്രക്കാരിൽ വലിയൊരു പങ്കും ദോഹ വഴി സഞ്ചരിക്കുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 197 നഗരങ്ങളിലേക്ക് ഹമദ് വിമാനത്താവളത്തിൽ നിന്ന് നേരിട്ട് വിമാന സർവീസുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.